ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യോർ ഓൺലൈൻ ടീച്ചർ. ഇതൊരു സ്പെഷ്യൽ വീഡിയോ ആണ്, റിക്വസ്റ്റഡ് വീഡിയോ ആണ്. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലുള്ള ഒത്തിരി പേര് റിക്വസ്റ്റ് ചെയ്തതുകൊണ്ട് അവർക്ക് സ്പെഷ്യലായിട്ട് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. സോ നിങ്ങൾ നിങ്ങളുടെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എല്ലാം അയച്ചു കൊടുക്കുക. മാക്രോ എക്കണോമിക്സിൻ്റെ ഒരു കംപ്ലീറ്റ് റിവിഷൻ ആണ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ കിട്ടുന്നത് കേട്ടോ. ഈ ഒരൊറ്റ വീഡിയോയിൽ തന്നെ മാക്രോ എക്കണോമിക്സ് മുഴുവനും നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. മാക്രോ എക്കണോമിക്സ് നമുക്ക് 4 പാഠമാണ് പഠിക്കാനുള്ളത്. സോ ഫസ്റ്റ് ചാപ്റ്ററാണ് മാക്രോ എക്കണോമിക്സിന് ഇൻട്രൊഡക്ഷൻ. അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ജെ ബി സായി അല്ലല്ലോ, ജെ ബി സായി തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ക്ലാസിക്കൽ എക്കണോമിസ്റ്റ് ആയിരുന്നു അദ്ദേഹം. അപ്പോൾ അതിൽ ഒരു വളരെ ഫൗണ്ടേഷനായിട്ട് വരുന്ന അവരുടെ ആ ഒരു തിയറി ഉണ്ട്. അതിൽ പുള്ളിക്കാരൻ പറയുന്നത് സപ്ലൈ ക്രിയേറ്റ്സ് ഇറ്റ്സ് ഓൺ ഡിമാൻഡ്. സപ്ലൈ അതിന് വേണ്ട ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്തോളും എന്നുള്ളൊരു ക്ലാസിക്കൽ തിങ്കിങ് ആയിരുന്നു ഈ മാക്രോ എക്കണോമിക്സ് ഉണ്ടാകുന്നതിന് മുന്നേ വരെ എക്കോണമിയിൽ ഉണ്ടായിരുന്നത്. അതിനുശേഷം വന്ന ഗ്രേറ്റ് ഡിപ്രഷൻ മൂലം ആഗോള മാന്ദ്യം 1929 വന്നതിന് ശേഷമാണ് എന്താണ് ഇതിന് പറ്റിയത്, എന്താണ് ഇതിന് പരിഹാരം എന്നൊന്നും ഈ ക്ലാസിക്കൽ എക്കണോമിസ്റ്റുകൾക്ക് സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർക്ക് എന്ത് പറ്റിയില്ല, എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചില്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഇതിൽ ജോൺ മേനാർഡ് കീൻസ്, JM കീൻസ് അദ്ദേഹം ഒരു ബുക്ക് ഇറക്കി ഇതിനെ പറ്റിയിട്ട് പഠിച്ചുകൊണ്ട്. അങ്ങനെ അദ്ദേഹം ഇറക്കിയ ബുക്കിൻ്റെ പേരാണ് ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെൻറ്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി. ആ ഒരു ബുക്ക് ഇറക്കിയതിന് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ മാക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു സെപ്പറേറ്റ് ബ്രാഞ്ച് ഓഫ് എക്കണോമിക്സ് തന്നെ, അതായത് മാക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞ് ഒരു സെപ്പറേറ്റ് ബ്രാഞ്ച് ഓഫ് എക്കണോമിക്സ് തന്നെ ഉണ്ടായത് ഇതിന് ശേഷമാണ്. ഓക്കെ, സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം, മാക്രോ എക്കണോമിക്സ് കേട്ടോ. അപ്പോൾ ഗ്രേറ്റ് ഡിപ്രഷൻ എന്താണെന്നുള്ളത് നമ്മൾ പഠിക്കണം. ആഗോള സാമ്പത്തിക മാന്ദ്യം എന്താണെന്നുള്ളത് പഠിക്കണം. ആഗോള സാമ്പത്തിക മാന്ദ്യം അല്ലെങ്കിൽ കനത്ത സാമ്പത്തിക മാന്ദ്യം എന്നൊക്കെ പറയും. അത് ഉണ്ടായത് മൂലം അമേരിക്കയിൽ നിന്ന് തുടങ്ങി അത് യൂറോപ്പിലേക്കും മറ്റുള്ള രാജ്യങ്ങളിലേക്കും എല്ലാം ഇത് ബാധിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് വില കുറഞ്ഞു, സാധനങ്ങളുടെ വില കുറഞ്ഞു. ഡിമാൻഡ് ഓൾസോ ഫെൽ ഡൗൺ, ഡിമാൻഡും കുറഞ്ഞു, ബാങ്കുകളെല്ലാം തകിടം മറിഞ്ഞു. അതുപോലെ തന്നെ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ്, തൊഴിലില്ലായ്മ എന്ന് പറയുന്നത് 3 നിന്ന് 25% വരെ കൂടി. അതുപോലെ തന്നെ അഗ്രിഗേറ്റ് ഔട്ട്പുട്ട് എന്ന് വെച്ചാൽ സമ്പദ് വ്യവസ്ഥയിൽ ഉൽപാദനം അത് 33% കുറഞ്ഞു. ഇതൊക്കെ എഴുതിയാലേ മാർക്ക് കിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ ഇതൊക്കെ കുറേ വർഷങ്ങളായി ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകുന്നു. എന്താണ് ഇതിന് പ്രശ്നം എന്നൊക്കെ അതിന് സൊല്യൂഷനായിട്ടാണ് JM കീൻസ് ബുക്ക് ഇറക്കുന്നത്. 1936 ഇറക്കുന്നത്. അത്രയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ അതേപോലെ തന്നെ മാക്രോ എക്കണോമിക്സിൻ്റെ സബ്ജക്ട് മാറ്റർ എന്തൊക്കെയാണ് മാക്രോ എക്കണോമിക്സിലുള്ളത്? നാഷണൽ ഇൻകം കാൽക്കുലേഷൻ ആണ്, GDP, GNP, NDP, ആ സംഭവങ്ങളൊക്കെ. പിന്നെ ജനറൽ പ്രൈസ് ലെവൽ, പൊതുവില നിലവാരം, ഇൻഫ്ലേഷൻ, ഡിഫ്ലേഷൻ, നാണയപ്പെരുപ്പം, നാണയ ചുരുക്കം, മോണിറ്ററി പോളിസി, ഫിസിക്കൽ പോളിസിയും, പണനയവും ധനനയവും, മണി സപ്ലൈ, അതുപോലെ തന്നെ പണ സപ്ലൈ, ബാങ്കിങ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്. ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട് ഇതിൽ. ലിസ്റ്റ് ദ 4 സെക്ടേഴ്സ് ഓഫ് എക്കോണമി. എക്കോണമിയിലെ 4 ഘടകങ്ങൾ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് എഴുതാൻ വേണ്ടിയിട്ട് പറ്റണം. 4 ഘടകങ്ങൾ എന്ന് പറയുന്നത്, പ്രധാന മേഖല എന്ന് പറയുന്നത് ഫാംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉൽപാദന യൂണിറ്റുകളാണ്. രണ്ടാമത്തേതാണ് ഗവൺമെൻറ്, മൂന്നാമത്തേതാണ് ഹൗസ് ഹോൾഡ് എന്ന് പറഞ്ഞാൽ ഗാർഹിക മേഖല. നാലാമത്തേതാണ് എക്സ്റ്റേണൽ സെക്ടർ, അതായത് ബാഹ്യ മേഖല. ഓക്കെ, ഇത്രയാണ് അതിൽ വരുന്നത്. രണ്ടാമത്തെ പാഠത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. രണ്ടാമത്തെ മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സും തമ്മിലുള്ള ഡിഫറൻസ് കൂടി ഇവിടെയുണ്ട്. മൈക്രോ എക്കണോമിക്സിൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത് കുറവാണ്. അതേസമയം മാക്രോ എക്കണോമിക്സിൽ ഒരുപാട് കാര്യങ്ങൾ കൂടുന്നുണ്ട്, അതുകൊണ്ട് അതിൻ്റെ സ്കോപ്പും കൂടുതലാണ്. മൈക്രോ എക്കണോമിക്സിൽ ഓരോരോ കാര്യങ്ങളെ പറ്റിയിട്ടാണ് പഠിക്കുന്നത്. പക്ഷെ മാക്രോ എക്കണോമിക്സിൽ മൊത്തത്തിലുള്ള പഠനമാണ് നടക്കുന്നത്. മൈക്രോ എക്കണോമിക്സിൽ കൂടുതലും വരുന്നത് പ്രൈസ് ഡിറ്റർമിനേഷൻ, വില നിർണ്ണയം, ഇതൊക്കെയാണ് വരുന്നത്. പക്ഷെ മാക്രോ എക്കണോമിക്സിൽ അങ്ങനെയല്ല. മൊത്തത്തിലുള്ള GDP, GNP, നാഷണൽ ഇൻകം, ദേശീയ വരുമാനം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്. ദെൻ ചാപ്റ്റർ 2 നാഷണൽ ഇൻകം അക്കൗണ്ടിങ്. അതിൽ ആദ്യം നമ്മൾ പഠിക്കുന്നതാണ് എന്താണ് ഫൈനൽ ഗുഡ് അഥവാ അന്തിമ സാധനം.
അന്തിമ സാധനം എന്ന് പറഞ്ഞാൽ അന്തിമ ഉപഭോഗത്തിനുള്ളതാണ്, ഫൈനൽ കൺസംഷന് വേണ്ടിയിട്ടുള്ളതാണ് ഫൈനൽ ഗുഡ്. അത് തന്നെ കൺസ്യൂമർ ഗുഡ് ഉണ്ട്, കൺസ്യൂമർ ഡ്യൂറബിൾ ഉണ്ട്, ക്യാപിറ്റൽ ഗുഡ് ഉണ്ട്. കൺസ്യൂമർ ഗുഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫൈനൽ കൺസ്യൂമർ, ഫൈനൽ ആയിട്ട് ഉപഭോക്താവ് അത് അയാൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിക്കുന്നു, അതാണ് കൺസ്യൂമർ ഗുഡ്. ഡ്യൂറബിൾ എന്ന് വെച്ചാൽ ഒരുപാട് കാലം നിലനിൽക്കുന്നത്. ക്യാപിറ്റൽ ഗുഡ് എന്ന് വെച്ചാൽ ഫൈനൽ ഗുഡ് ആണ്, പക്ഷേ അത് വേറെ വേറെ സാധനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അത് വാങ്ങിക്കുന്നത്. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ മെഷീനറി വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ട് അത് ഉപയോഗിച്ച് കുറേ പ്രോഡക്ട്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ലേ അത്. ഇനി ഇന്റർമീഡിയറ്റ് ഗുഡ് അഥവാ മധ്യമ സാധനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫൈനൽ ഗുഡ്, അന്തിമ സാധനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ളതാണ് ഇന്റർമീഡിയറ്റ് ഗുഡ്. ഇപ്പോൾ വീറ്റ് എന്ന് പറയുന്നത് ഇന്റർമീഡിയറ്റ് ഗുഡാണ്, അത് യൂസ് ചെയ്തിട്ടാണ് ബ്രെഡ് എന്ന് പറഞ്ഞ അന്തിമ ഗുഡ് ഉണ്ടാക്കുന്നത്. അതാണ് വ്യത്യാസം. പിന്നെ വരുന്നതാണ് സ്റ്റോക്കും ഫ്ലോയും. അത് 2 മാർക്കിന് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ് പിള്ളേരെ. സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ അതൊരു എക്കണോമിക് വേരിയബിൾ ആണ്. ക്ലാസ് എടുത്ത സൗണ്ട് പോയി, അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. രാവിലെ മുതൽ എടുക്കുന്ന ക്ലാസ് സൗണ്ട് പോയി. സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ അതൊരു എക്കണോമിക് വേരിയബിൾ ആണ്. എക്കണോമിക് വേരിയബിൾ തന്നെ അതിൽ മലയാളത്തിലും ടെക്സ്റ്റിൽ കിടക്കുന്നത് കേട്ടോ, അതുകൊണ്ട് എനിക്ക് അതിന് വേറെ മലയാളം വാക്ക് അറിയില്ല. ഒരു എക്കണോമിക് വേരിയബിൾ ആണ്. ആ വേരിയബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈമിൽ നിശ്ചിത സമയത്ത് അത് അളക്കാൻ പറ്റും. അതിൻ്റെ എക്സാമ്പിളാണ് വാട്ടർ ഇൻ എ ടാങ്ക്, ക്യാപിറ്റൽ, മൂലധനം, വെൽത്ത്, സമ്പത്തൊക്കെ. ദെൻ ഫ്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു എക്കണോമിക് വേരിയബിൾ ആണ്. വാല്യൂ മാറുന്ന എന്തും വേരിയബിൾ ആണ്. ഹൈറ്റ് വേരിയബിൾ ആണ്, വെയിറ്റ് വേരിയബിൾ ആണ്, അങ്ങനെ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫ്ലോ എന്ന് പറയുന്ന ഒരു എക്കണോമിക് വേരിയബിൾ ആണ്. പക്ഷെ അതെന്താ ചെയ്യാൻ പറ്റുള്ളൂ? ഒരു പീരീഡ് ഓഫ് ടൈമിലേക്ക്, ഓക്കെ, ഒരു കുറച്ച് നിശ്ചിത കാലയളവിനുള്ളിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അത് അളക്കാൻ പറ്റുള്ളൂ. ഇത് നിശ്ചിത സമയത്ത് നമുക്ക് അളക്കാം. ഇത് 6 മാസത്തെ, ഒരു കൊല്ലത്തെ, ഒരാഴ്ചയിലെ, ഒരു മണിക്കൂറിലെ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു പീരീഡ് ഓഫ് ടൈമിൽ നമുക്ക് അളക്കാൻ പറ്റുള്ളൂ. വാട്ടർ ഇൻ എ റിവർ, GDP, ഇൻവെസ്റ്റ്മെന്റ് ഇൻകം ഒക്കെ ഇതിൻ്റെ എക്സാമ്പിളാണ്. ഇനി ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തേയ്മാനം. അതായത് ഒരു ഫിക്സഡ് ക്യാപിറ്റലിൻ്റെ വില കുറയുന്നു, ഒരുപാട് തവണ യൂസ് ചെയ്തതുകൊണ്ടും ടെക്നോളജി ഔട്ട്ഡേറ്റഡ് ആയതുകൊണ്ടും പല കാരണങ്ങൾ കൊണ്ട് അതിൻ്റെ വില കുറയുന്നതാണ് ഡിപ്രിസിയേഷൻ. പിന്നെ അടുത്തത് പഠിക്കാനുള്ളതാണ് സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം, വരുമാനത്തിൻ്റെ ചാക്രിക പ്രവാഹം എന്ന് നമ്മളതിനെ മലയാളത്തിൽ പറയും. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ളത് ഈ ഫാമും ഉൽപ്പാദക യൂണിറ്റുകളും ഹൗസ് ഹോൾഡും തമ്മിലുള്ള ഒരു ബന്ധമാണ്. ഇതിൽ 4 ഫ്ലോ നടക്കുന്നുണ്ട്, അത് പറഞ്ഞു തരാം. ഇതിൽ ആദ്യത്തെ ഫ്ലോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫാമിന് എന്ത് വേണം? സാധനങ്ങളും സേവനങ്ങളും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ വേണം. ഓക്കെ, ഉൽപ്പാദിപ്പിക്കാൻ എന്ത് വേണം? ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ, ഈ പറഞ്ഞ ഘടക സേവനങ്ങൾ ആവശ്യമുണ്ട്. ഫാക്ടർ സർവീസസ്, ഘടക സേവനങ്ങൾ ആവശ്യമുണ്ട്. അപ്പോൾ അത് ആര് തരും? ഹൗസ് ഹോൾഡ് ഫേമിന് അത് കൊടുക്കും. ഫാമിന് അത് കൊടുക്കുമ്പോൾ ഫാം അതൊക്കെ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും? ഫാമിന് അത് കൊടുക്കും. ഫാം അപ്പോൾ അതിന് പകരമായിട്ട് എന്ത് ചെയ്യും? റെന്റ്, വേജ്, ഇൻട്രസ്റ്റ്, വാടക, വേതനം, പലിശ, ലാഭം, അങ്ങനെ പേയ്മെൻറ്റ് ചെയ്യും. അപ്പോൾ ഇങ്ങോട്ട് ഘടക സേവനങ്ങൾ പോയി, ഇങ്ങോട്ട് ഘടക വരുമാനങ്ങൾ പോയി, ഫാക്ടർ സർവീസും ഫാക്ടർ പേയ്മെൻറ്റും പോയി. ദെൻ ഇപ്പോൾ ഹൗസ് ഹോൾഡിൻ്റെ കയ്യിൽ ഒത്തിരി പൈസ ആയാലും അവരുടെ കയ്യിൽ കുറേ പൈസയൊക്കെ ഉണ്ട്, കുടുംബങ്ങളുടെ കയ്യിൽ കുറേ പൈസയുണ്ട്, അവരെന്ത് ചെയ്യും? അത് മുഴുവൻ ഈ ഫാമിൻ്റെ സാധനങ്ങളും സേവനം വാങ്ങിക്കാൻ വേണ്ടി തന്നെ ചിലവാക്കും. അപ്പോൾ ഫാം എന്ത് ചെയ്യും? പൈസ കിട്ടിയല്ലോ, അത് വെച്ചിട്ടുള്ള അവരുണ്ടാക്കിയ സാധനങ്ങളും സേവനങ്ങളും ഈ ഹൗസ് ഹോൾഡിന് കൊടുക്കും. അതാണ് സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം, വരുമാനത്തിൻ്റെ ചാക്രിക പ്രവാഹത്തിലുള്ളത് കേട്ടോ. പിന്നെ ഇതിൽ പൈസ പോകുന്നത് 2 സ്ഥലത്താണ്. അതായത് ഈ ഘടക സേവനങ്ങൾക്ക് വരുമാനം കൊടുക്കുന്നത്, ഫാക്ടർ റിവാർഡ്സ് കൊടുക്കുന്നതും, പിന്നെ ആ കിട്ടിയ പൈസ ഇവർ ഫാമിന് വേണ്ടിയിട്ട്, ഗുഡ്സ് ആൻഡ് സർവീസിന് വേണ്ടിയിട്ട് കൊടുക്കുന്നതും. അവിടെ 2 സ്ഥലത്താണ് പൈസ ഒഴുകുന്നത്. അതുകൊണ്ട് അതിന് മണി ഫ്ലോ എന്നും മറ്റേത് രണ്ടിനെയും റിയൽ ഫ്ലോ എന്നുമാണ് പറയുന്നത് കേട്ടോ. പിന്നെ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്കുള്ളത് വാല്യൂ ആഡിന് പല ഇക്വേഷൻസ് ആണ്. GVA കാണാൻ വാല്യൂ ഓഫ് ഔട്ട്പുട്ടിൽ നിന്ന് ഇൻ്റർമീഡിയറ്റ് കൺസംഷൻ കുറയ്ക്കാം. നെറ്റ് വാല്യൂ NVA-MP കാണാൻ GVA-MP നിന്ന് ഡിപ്രീസിയേഷൻ കുറയ്ക്കാം. NVA-FC കാണാൻ NVA-MP നിന്ന് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് കുറയ്ക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കണം കേട്ടോ. സോ നോക്കി, ഇവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. സെയിൽസ് ഉണ്ട്, ഇൻഡയറക്റ്റ് ടാക്സ്, സബ്സിഡി, കൺസംഷൻ ഓഫ് ഫിക്സഡ് ക്യാപിറ്റൽ, ക്ലോസിംഗ് സ്റ്റോക്ക്, ഓപ്പണിംഗ് സ്റ്റോക്ക്, ഇൻ്റർമീഡിയറ്റ് കൺസംഷൻ. വാല്യൂ ഓഫ് ഔട്ട്പുട്ട് കാണും. വാല്യൂ ഓഫ് ഔട്ട്പുട്ട് കാണാൻ സെയിൽസ് പ്ലസ് ചേഞ്ച് ഇൻ ഇൻവെൻട്രി എന്നൊരു ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ സെയിൽസ് ക്ലോസിംഗ് സ്റ്റോക്ക് മൈനസ് ഓപ്പണിംഗ് സ്റ്റോക്ക്. സെയിൽസ് നമുക്കറിയാലോ 66,000. ദെൻ ക്ലോസിംഗ് സ്റ്റോക്ക് ആഡ് ചെയ്യുക 3,600. ഓപ്പണിംഗ് സ്റ്റോക്ക് കുറയ്ക്കുക. അപ്പോൾ നമുക്ക് വാല്യൂ ഓഫ് ഔട്ട്പുട്ട് കിട്ടും. ആ വാല്യൂ ഓഫ് ഔട്ട്പുട്ടിൽ നിന്ന് ഇൻ്റർമീഡിയറ്റ് കൺസംഷൻ കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? GVA-MP കിട്ടും. അപ്പോൾ GVA-MP നമ്മൾ 22,000 കുറച്ചിട്ട് 33,400 എഴുതി.
അപ്പോൾ GVMP കിട്ടി. ദെൻ GVMPയിൽ നിന്ന് ഡിപ്രിസിയേഷൻ കുറയ്ക്കുമ്പോൾ NVMP കിട്ടും. ഡിപ്രിസിയേഷൻ 1500 കുറച്ചപ്പോൾ NVMP കിട്ടി. NVMPയിൽ നിന്ന് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് കുറച്ചപ്പോൾ NVFC കിട്ടി. നെറ്റ് ഇൻഡയറക്ട്സ് കാണാൻ ഇൻഡയറക്റ്റ് ടാക്സിൽ നിന്ന് സബ്സിഡി കുറച്ചാൽ മതി. ഇൻഡയറക്റ്റ് ടാക്സ് കൂടെ തന്നിട്ടുണ്ട്, സബ്സിഡിയും തന്നിട്ടുണ്ട്. അത് രണ്ടും കുറച്ചിട്ട് അത് NVMPയിൽ നിന്ന് കുറയ്ക്കുമ്പോഴാണ് NVFC കിട്ടുന്നത്. ഇനി നാഷണൽ ഇൻകം കാണാൻ വേണ്ടി 3 മെത്തേഡ് ഉണ്ട്. പ്രൊഡക്റ്റ് മെത്തേഡ്, ഇൻകം മെത്തേഡ്, എക്സ്പെൻഡിച്ചർ മെത്തേഡ്. പ്രൊഡക്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൊഡക്റ്റ് മെത്തേഡിൽ ഒരു നാഷണൽ ഇൻകം എങ്ങനെയാണ് കണക്കാക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എക്കോണമിയിൽ ഒരു സമ്പദ് വ്യവസ്ഥയിൽ ഉൽപ്പന്ന രീതി എന്ന് ഇതിനെ മലയാളത്തിൽ പറയും. ഉൽപ്പന്ന രീതി ഒരു സമ്പദ് വ്യവസ്ഥയിൽ നടന്നിട്ടുള്ള മുഴുവൻ ഫോമിൻ്റെയും GVA ഗ്രോസ് വാല്യൂ ആഡഡ് കൂട്ടുമ്പോഴാണ് പ്രൊഡക്റ്റ് മെത്തേഡിൽ നമുക്ക് GDP കിട്ടുന്നത്. അപ്പോൾ GDP എന്ന് പറഞ്ഞാൽ GVA+, GVA1+, GVA2+, GVA3+, അങ്ങനെ അവസാനത്തെ ഫോമിൻ്റെ GVA വരെ ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? GDP = സിഗ്മ I = 1:n GVA എന്ന് എഴുതാം. അതായത് എല്ലാവരുടെയും GVA ആഡ് ചെയ്യുന്നതാണ് GDP. ഇനി ആ GDPയിൽ നിന്ന് ഡിപ്രിസിയേഷൻ കുറയ്ക്കുമ്പോഴാണ് NDP കിട്ടുന്നത്. അപ്പോൾ അതുകൂടി ഒന്ന് എഴുതി വെച്ചേക്കാം. ഓക്കെ, അതിൽ NDP FCയുടെ കൂടെ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ് ആഡ് ചെയ്യുമ്പോഴാണ് NNP-FC കിട്ടുന്നത്. അതാണ് റിയൽ ഇൻകം. ഓക്കെ, അതാണ് റിയൽ ഇൻകം. അല്ലെങ്കിൽ NDP-MPയിൽ നിന്ന് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് കുറച്ചാലും നമുക്ക് എന്ത് കിട്ടും? NDP-FC കിട്ടും. ആ NDP-FCയുടെ കൂടെ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ് ആഡ് ചെയ്യുമ്പോഴാണ് NNP-FC കിട്ടുന്നത്. അതാണ് റിയൽ ഇൻകം. 1 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി ഇൻകം മെത്തേഡ് സിമ്പിളാണ്. വരുമാന രീതി. ഇതിൽ അവർക്കെല്ലാം കിട്ടുന്ന മുഴുവൻ വേതനം കൂടി ആഡ് ചെയ്യാം. എല്ലാവരുടെയും സിഗ്മ I = 1:n W, സിഗ്മ I = 1:n R റെൻറ്റ്, സിഗ്മ I = 1:n ഇൻട്രസ്റ്റ്, സിഗ്മ I = 1:n പ്രോഫിറ്റ്. അങ്ങനെ എല്ലാവരുടെയും വേജ്, റെൻറ്റ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ് അതാണല്ലോ റിവാർഡ്സ് ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഘടക സേവനങ്ങളുടെ വരുമാനം അതാണല്ലോ. അതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് രണ്ടാമത്തെ മെത്തേഡിൽ GDP കിട്ടുന്നത്. മൂന്നാമത്തെ മെത്തേഡ് എക്സ്പെൻഡിച്ചർ മെത്തേഡാണ്. ഒരു കമ്പനിക്ക് എങ്ങനെയൊക്കെ റവന്യൂ കിട്ടുമെന്ന് വെച്ചാൽ കൺസംഷൻ കിട്ടും, ഇൻവെസ്റ്റ്മെൻറ്റ് വേറെ ഫേം ഇവരുടെ ഫേമിൽ വന്ന് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അങ്ങനെ കിട്ടും ഇൻവെസ്റ്റ്മെൻറ്റ്, ഗവൺമെൻറ്റിൻ്റെ നിന്ന് കിട്ടും. പിന്നെ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ എക്സ്പോർട്ടിൽ നിന്ന് ഇമ്പോർട്ട് കുറച്ചത്. ഈ 4 ഫാക്ടേഴ്സ്, 4 കമ്പോണൻസ് ചേർന്നിട്ടാണ് ഇവിടെ GDP നമ്മൾ തീരുമാനിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി ആഡ് ചെയ്താൽ മതി. സിഗ്മ C+, സിഗ്മ I+, സിഗ്മ G+, X - M അതാണ് GDP. GDP-MPയിൽ നിന്ന് ഡിപ്രിസിയേഷൻ കുറച്ചാൽ NDP-MP കിട്ടും. നേരത്തെ പറഞ്ഞ അതേ സമയം NDP-MPയിൽ നിന്ന് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് കുറച്ചാൽ NDP-FC കിട്ടും. ആ NDP-FCയുടെ കൂടെ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ് ആഡ് ചെയ്താൽ NNP-FC കിട്ടും. GDP-യുടെ കറണ്ട് പ്രൈസ് എന്ന് വെച്ചാൽ ഇന്നത്തെ വിലയിൽ, ഈ വർഷത്തെ വിലയിൽ GDP കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് കറണ്ട് പ്രൈസ്. കോൺസ്റ്റന്റ് പ്രൈസ് എന്ന് വെച്ചാൽ കഴിഞ്ഞ ഏതെങ്കിലും ഒരു കൊല്ലം ബേസ് ആക്കി വെച്ചിട്ട് ആ വിലയിൽ GDP കാണും. ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ആണ് GDP ഡിഫ്ലേറ്റർ കേട്ടോ. കറണ്ട് ഇയർ GDP ഡിവൈഡ് ബൈ ബേസ് ഇയർ GDP ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? GDP ഡിഫ്ലേറ്റർ കിട്ടുന്നത്. ഓക്കെ, കറണ്ട് ഇയർ 1,27,000 crore ആയിരുന്നു എന്ന് വിചാരിക്കാം. ദെൻ പ്രീവിയസ് ഇയറിലേത് റിയൽ GDP 1,13,240. സോ ഇൻറ്റു 100 ചെയ്താൽ നമുക്ക് 112.15 എന്ന് കിട്ടും. ഇതിൻ്റെ അർത്ഥം ഇങ്ങനെ കിട്ടുമ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ഇതിൽ നിന്ന് 100 കുറയ്ക്കണം. 100 കുറയ്ക്കുമ്പോൾ 12.15% എന്ന് കിട്ടും. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? കഴിഞ്ഞ വർഷത്തെ അല്ലെങ്കിൽ ബേസ് ഇയറിനെ വെച്ച് അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ വർഷം ജനറൽ പ്രൈസ് എന്ന് പറയുന്നത് 12.15% കൂടിയിട്ടുണ്ട്, ഹാസ് ഇൻക്രീസ്ഡ്. അതാണ് അതിൻ്റെ അർത്ഥം. പിന്നെ പേഴ്സണൽ ഇൻകം എന്ന് വെച്ചാൽ നാഷണൽ ഇൻകത്തിൽ നിന്ന് അയാളുടെ കയ്യിൽ എത്ര കിട്ടി ഇൻകം, അതാണ് പേഴ്സണൽ ഇൻകം. പേഴ്സണൽ ഇൻകത്തിൽ നിന്ന് ടാക്സും നോൺ ടാക്സ് പേയ്മെൻറ്റ്സും ഒക്കെ കുറച്ചിട്ട് ആൾക്ക് ഉപയോഗിക്കാൻ എത്ര കിട്ടി, അതാണ് PDI, പേഴ്സണൽ ഡിസ്പോസബിൾ ഇൻകം. ഇനി GDP എന്ന് പറയുന്നത് വെൽഫെയർ കാണാൻ വേണ്ടിയിട്ട് ഒരു ട്രൂ മെഷറാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. അതിന് 3 കാരണങ്ങൾ. GDP ഡസൻ കൺസിഡർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം. ഒരു രാജ്യത്ത് പൈസയുള്ളവർ ഒരുപാട് പേരുണ്ട്. അവരുടെ പണം കുറച്ച് കൂടിയാലും അവരുടെ വരുമാനം കുറച്ച് കൂടിയാലും GDP കൂടും. പക്ഷെ എന്ന് കരുതിയിട്ട് ആ രാജ്യത്ത് കുറേ പേര് പട്ടിണിയിൽ കിടക്കുക. അപ്പോൾ അവരുടെ GDP കൂടിയത് കൊണ്ട്, പണക്കാരുടെ GDP കൂടിയത് കൊണ്ട് അവിടെ വെൽഫെയർ ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. രണ്ടാമത്തേതാണ് GDP ആൻഡ് നോൺ മോണിറ്ററി എക്സ്ചേഞ്ചസ്, നോൺ എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറയാം. അതായത് ഹൗസ് വൈഫ്സിൻ്റെ ഇൻകം, അതുപോലെ തന്നെ ബാർട്ടർ സിസ്റ്റം. ഇതൊന്നും പൈസയിൽ നമുക്ക് കാണാൻ പറ്റാത്ത സിസ്റ്റമാണ് അല്ലേ. പൈസയിൽ നമുക്ക് അതിൻ്റെ മൂല്യം കാണാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇതൊന്നും എന്തിലെടുക്കുന്നില്ല? GDPയിൽ എടുക്കുന്നില്ല. അതുകൊണ്ട് GDP ഒരു ട്രൂ ഇൻകം അല്ല കാണിക്കുന്നതെന്നാണ് പറയുന്നത്. പിന്നെ GDP നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റി എടുക്കുന്നില്ല.
അതായത് ഇപ്പോൾ എന്തെങ്കിലും കമ്പനികൾ എന്തെങ്കിലുമൊക്കെ പ്രൊഡക്ഷൻ നടത്തി അതിൻ്റെ ഭാഗമായിട്ട് അവർ വേസ്റ്റ് നമ്മുടെ പുഴയിൽ ഒഴുക്കി ഒരുപാട് പേർക്ക് അസുഖം വന്നു, അങ്ങനെ ഒത്തിരി നാശനഷ്ടങ്ങൾ ഉണ്ടായെന്ന് വിചാരിക്കുക. അതിന് അവർ പേയ്മെൻ്റ് ഒന്നും നടത്താറില്ല, പരിഹാരം ഒന്നും ചെയ്യാറില്ല. അപ്പോൾ ഇതൊന്നും എന്തെങ്കിലും എടുക്കില്ല, GDP കൺസിഡർ ചെയ്യുമ്പോൾ എടുക്കാറില്ല. അതുകൊണ്ട് ഈ എക്സ്റ്റേണാലിറ്റി, അതിനാണ് നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റി എന്ന് പറയുന്നത്. ഒരു നെഗറ്റീവ് ഹാം, അതാണ് നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റി. അപ്പോൾ അതും GDP കൺസിഡർ ചെയ്യുമ്പോൾ എടുക്കാത്തതുകൊണ്ട് GDP ഒരു ട്രൂ വെൽഫെയർ മെഷർ അല്ല എന്നാണ് പറയുന്നത്. ചാപ്റ്റർ 3 മണി ആൻഡ് ബാങ്കിങ്. പണ്ട് ബാർട്ടർ സിസ്റ്റം ആയിരുന്നു, ബാർട്ടർ സമ്പ്രദായമായിരുന്നു നിലവിലുണ്ടായിരുന്നത്. സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ കൈമാറ്റം ചെയ്യുന്നു. അപ്പോൾ അതിന് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡബിൾ കോയിൻസിഡൻസ് ഓഫ് വാണ്ടാണ്. അതായത് രണ്ടുപേരുടെയും ആവശ്യം ഒരേ സമയം എന്ത് ചെയ്യില്ല, തൃപ്തിപ്പെടില്ല. പിന്നെ ചില സംഭവങ്ങൾ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, പ്രോബ്ലം ഓഫ് ഡിവിസിബിലിറ്റി. പിന്നെ കോമൺ ആയിട്ട് ഇന്നെന്ന് പറയുമ്പോൾ 10 രൂപയുടെ 20 രൂപയുടെ എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ട് നമുക്ക് അളവ് അറിയാൻ പറ്റും, പക്ഷെ അന്നൊരു അളവുകോലില്ല. പിന്നെ അത് സ്റ്റോർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, ട്രാൻസ്ഫർ ചെയ്യാനും ഫ്യൂച്ചർ പേയ്മെന്റിലേക്ക് ഒന്നും നടത്താൻ പറ്റില്ലായിരുന്നു ബാർട്ടർ സിസ്റ്റം ഉള്ളപ്പോൾ. അങ്ങനെയാണ് മണി കണ്ടുപിടിക്കുന്നത്. മണിക്ക് 2 ഫംഗ്ഷനാണുള്ളത്. മീഡിയം ഓഫ് എക്സ്ചേഞ്ച്, ഇപ്പം എന്ത് നടന്നാലും അതിനിടയ്ക്ക് പണമല്ലേ, പണം കൊടുത്ത് വാങ്ങിക്കുന്നു, പണത്തിന് വിൽക്കുന്നു, അതേപോലെ. ദെൻ വാല്യൂ, നമുക്ക് എന്തിനെ പ്രൈസ് ആക്കി പറയാം, എന്ത് സാധനത്തിനെ വാല്യൂവിനെ പ്രൈസ് ആക്കി പറയാൻ വേണ്ടിയിട്ട് പറ്റും. 10 രൂപയുടെ പഞ്ചസാര, 10 രൂപയുടെ പേന, 10 രൂപയുടെ തുണി, 100 രൂപയ്ക്ക് തുണി, ഇതൊക്കെ പറഞ്ഞാൽ എല്ലാത്തിനും ആ പ്രൈസ് എന്നതിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റി. പിന്നെ സ്റ്റോർ ഓഫ് വാല്യൂ, പൈസ നമുക്ക് സൂക്ഷിച്ച് വെക്കാം, കേടായി പോയില്ല, ഈസിലി അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. പിന്നെ സ്റ്റാൻഡേർഡ് ഓഫ് ഫ്യൂച്ചർ പേയ്മെൻറ്റ്, സ്റ്റാൻഡേർഡ് ഓഫ് ഡെഫേർഡ് പേയ്മെൻറ്റ് എന്ന് വെച്ചാൽ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഒരു 10,000 രൂപ ഒരാൾക്ക് വേണമെങ്കിൽ സുഖമായിട്ട് 3 കൊല്ലത്തേക്ക് എന്ത് ചെയ്യാം, കടത്തിന് കൊടുക്കാം. 3 കൊല്ലം അയാൾ നമുക്ക് 12% രൂപ പലിശ തരും. അപ്പോൾ അതൊക്കെ എന്തിൻ്റെ ഭാഗമായിട്ട് പറ്റിയത്, ഈ ഒരു പണം വന്നതോടുകൂടിയാണ് നമുക്ക് അതെല്ലാം സാധ്യമായത്. ഇനി സപ്ലൈ ഓഫ് മണി, മണി സപ്ലൈയുടെ 4 മെഷേഴ്സ് ആണുള്ളത്. ഈ 4 കാണാതെ പഠിക്കുക, അതല്ലാതെ വേറെ ഒന്നുമില്ല. M1 കാണാൻ CU + DD, M2 കാണാൻ M1 + സേവിങ്സ് ഡെപ്പോസിറ്റ് വിത്ത് പോസ്റ്റ് ഓഫീസ് സേവിങ്സ് അക്കൗണ്ട്, M3 കാണാൻ M1 + നെറ്റ് ടൈം ഡെപ്പോസിറ്റ്, M4 കാണാൻ M3 + ഡെപ്പോസിറ്റ് പോസ്റ്റ് ഓഫീസ് സേവിങ്സ് അക്കൗണ്ട്. ഇതിൽ M1 M2 നാരോ മണിയാണ്, M3 M4 ബ്രോഡ് മണിയാണ്. M1 ആണ് ഏറ്റവും ലിക്വിഡ് ആയിട്ടുള്ളത്, M4 ആണ് ലീസ്റ്റ് ലിക്വിഡ് ആയിട്ടുള്ളത്. M3 ആണ് നമ്മൾ മെയിനായിട്ട് മണി സപ്ലൈയുടെ ഒരു ഇൻഡിക്കേറ്റർ ആയിട്ട് കാണിക്കുന്നത്. ഈ കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ ഫങ്ഷൻസ്, പ്രൈമറി ഫങ്ഷൻ ഡെപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യുക, ലോൺ കൊടുക്കുക എന്നുള്ളതാണ്. സെക്കൻഡറി ഫങ്ഷൻ ഏജൻസി ഫങ്ഷൻ വരുന്നുണ്ട്, ഇൻഷുറൻസ് പ്രീമിയം അടയ്ക്കുക, ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കുക, നമ്മുടെ സാലറി വാങ്ങിക്കുക, അപ്പോൾ നമ്മുടെ പെൻഷനൊക്കെ ബാങ്ക് അക്കൗണ്ടിലേക്ക് മേടിച്ചിടുക എന്നുള്ളത്. ജനറൽ യൂട്ടിലിറ്റി എന്ന് വെച്ചാൽ അവരൊരു സർവീസ് നമ്മൾ ഉപയോഗിക്കുന്നതാണ്, ATM, ട്രാവലർ ചെക്ക്, ഡെബിറ്റ് കാർഡ്, ഇതൊക്കെ. ഡെവലപ്മെൻറ്റൽ ഫംഗ്ഷൻ ഉണ്ട് മൂന്നാമത്തേത്. അതെന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ പർപ്പസിനൊക്കെ വേണ്ടിയിട്ട് ലോൺ കൊടുക്കുക, കാർഷിക ലോൺ കൊടുക്കുക, നമ്മുടെ സമൂഹത്തിൽ പിന്നോക്കം നിൽക്കുന്നവർക്ക് കുറഞ്ഞ പലിശ നിരക്കിൽ ലോൺ കൊടുക്കുക, അതൊക്കെയാണ് അതിൽ വരുന്നത്. ദെൻ ഹൈപ്പവേർഡ് മണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രാജ്യത്തെ മോണിറ്ററി അതോറിറ്റിയുടെ, ഒരു രാജ്യത്തെ കേന്ദ്ര ധനകാര്യ സ്ഥാപനത്തിൻ്റെ മൊത്തം ബാധ്യത, മൊത്തം ലയബിലിറ്റിയാണ് ഹൈപ്പവേർഡ് മണി. അപ്പോൾ സെൻട്രൽ ബാങ്കിൻ്റെ ഹൈപ്പവേർഡ് മണി കാണാനുള്ള ഇക്വേഷൻ CU + R + G ആണ്. അതായത് കറൻസി ആൻഡ് കോയിൻസ്, റിസർവ്, ഗവൺമെൻറ്റിൻ്റെ പണം, ഗവൺമെൻറ്റിൻ്റെ നിക്ഷേപം, RBIയിലെ ഗവൺമെൻറ്റിൻ്റെ നിക്ഷേപം, ഇത് മൂന്നും കൂടി ചേർന്നതാണ് ഹൈപ്പവേർഡ് മണി H. ഈ സെൻട്രൽ ബാങ്കിൻ്റെ ഫംഗ്ഷൻ ആദ്യത്തേത് എന്താണ്, ബാങ്കർ ഓഫ് നോട്ട് ഇഷ്യൂ, നോട്ടെല്ലാം അടിച്ചിറക്കുന്നത് RBI ആണ്. ബാങ്കർ ടു ദ ഗവൺമെൻറ് ഫണ്ട് ആവശ്യം വരുമ്പോൾ കൊടുക്കുന്നത് RBI ആണ്. ബാങ്കേഴ്സ് ബാങ്ക്, ബാങ്കുകൾക്ക് ഫണ്ട് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ കൊടുക്കുന്നത് RBI ആണ്. പിന്നെ അതേപോലെ തന്നെ പിന്നെ വരുന്നത് ഫോറിൻ എക്സ്ചേഞ്ചിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് RBI ആണ്. പിന്നെ മോണിറ്ററി കൺട്രോൾ, നമ്മുടെ എക്കോണമിയിൽ സമ്പദ് വ്യവസ്ഥയിൽ ഓരോ ഫ്ലക്ച്വേഷൻസ് വരുമ്പോൾ, മാറ്റങ്ങൾ വരുമ്പോൾ അത് സമ്പദ് വ്യവസ്ഥയെ ബാധിക്കാതെ അതിന് സാധാ നിലയിൽ നിർത്താൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അതാണ് മോണിറ്ററി കൺട്രോൾ പോളിസി, മോണിറ്ററി പോളിസീസ്. അപ്പോൾ അതും ആരുടെ ഡ്യൂട്ടിയാണ്, ഫംഗ്ഷനാണ്, RBIയുടെ ഫംഗ്ഷനാണ്. അപ്പോൾ മോണിറ്ററി പോളിസിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് എന്താണ്, 8 മാർക്കിന് ക്വസ്റ്റ്യൻ വരും. ഒന്ന് ബാങ്ക് റേറ്റ്, അതിൻ്റെ എക്സ്പ്ലനേഷൻ ശ്രദ്ധിച്ചോളാം. മണി സപ്ലൈ കൂട്ടണമെങ്കിൽ ബാങ്ക് റേറ്റ് എന്ത് ചെയ്യും, ബാങ്ക് റേറ്റ് കുറയ്ക്കും. മണി സപ്ലൈ കുറയ്ക്കണമെങ്കിലോ ബാങ്ക് റേറ്റ് കൂട്ടും. ദെൻ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ, മണി സപ്ലൈ കൂട്ടണമെങ്കിൽ RBI എന്ത് ചെയ്യും, സാധനങ്ങൾ ആ ഒരു പബ്ലിക്കിൻ്റെ കയ്യിൽ, സാധനങ്ങളല്ല ഗവൺമെൻറ് ബോൺസ് ആൻഡ് സെക്യൂരിറ്റീസ് ഒക്കെ പർച്ചേസ് ചെയ്യും. മണി സപ്ലൈ കൂട്ടാൻ വേണ്ടിയിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ RBI സമൂഹത്തിന്, പബ്ലിക്കിന് അങ്ങോട്ട് പണം കൊടുക്കും, പണം ഇറങ്ങി വന്നു, സപ്ലൈ കൂടി. ഇനി സപ്ലൈ കുറയ്ക്കണം, മണി സപ്ലൈ കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് ബോൺസ് ആൻഡ് സെക്യൂരിറ്റീസ് വിൽക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ബാക്കി ക്യാഷ് റിസർവ് റേഷ്യോ, SLR ഒക്കെ എന്ത് ചെയ്യും,
മണി സപ്ലൈ ഓപ്പോസിറ്റ് ആണ്. മണി സപ്ലൈ കൂട്ടണമെങ്കിൽ ഇതൊക്കെ കുറയ്ക്കും, മണി സപ്ലൈ കുറയ്ക്കണമെങ്കിൽ ഇതൊക്കെ കൂട്ടും. പിന്നെ അത് കൂടാതെ ക്വാളിറ്റേറ്റീവ് ടെക്നിക്സ് ഉണ്ട്. ഇതൊക്കെ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സാണ്. ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ടെക്നിക്, അതായത് നമുക്ക് പണമൂല്യം കൊടുക്കാൻ പറ്റാത്ത RBI ഉപയോഗിക്കുന്ന ചില ടെക്നിക്ക് ഉണ്ട്. ഒന്ന് മോറൽ സുവേഷൻ. മോറൽ സുവേഷൻ എന്ന് വെച്ചാൽ പ്രേരിപ്പിക്കലാണ്. അതായത് മറ്റുള്ള കൊമേഴ്ഷ്യൽ ബാങ്കുകളോട് പറയും നിങ്ങൾ ഈ സെക്ടറിന് കൊടുക്കുക, ആ സെക്ടറിന് കൊടുക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് അവരെ പ്രേരിപ്പിക്കും. പിന്നെ മാർജിൻ റിക്വയർമെൻ്റ് ആണ്. അതായത് ഒരു മാർജിൻ വയ്ക്കും RBI. അപ്പോൾ ആ അത്രയുമാണ്. ഇപ്പോൾ 25 ലക്ഷം രൂപ വില വരുന്ന ഇപ്പോൾ ഒരു ആധാരം നമ്മൾ ലോണിന് വേണ്ടി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ RBI ഒത്തിരി മാർജിൻ കയറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 5 ലക്ഷം 10 ലക്ഷമൊക്കെ എന്ത് കിട്ടുള്ളൂ, ലോൺ കിട്ടുള്ളൂ. കാരണം RBI മാർജിൻ കൂട്ടിയത് കൊണ്ട് എന്ത് പറ്റി, മണി സപ്ലൈ കുറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ ഡയറക്റ്റ് ആക്ഷൻ. ഡയറക്റ്റ് ആക്ഷൻ എന്ന് വെച്ചാൽ RBI പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യാത്ത കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്കെതിരെ ഡയറക്റ്റ് ആക്ഷൻ എടുക്കും. നാലാമത് ഇത് 8 മാർക്കിന് ചോദിക്കും കേട്ടോ, നന്നായിട്ട് പഠിക്കണം. നാലാമത്തെ ചാപ്റ്റർ ഇന്ന് ഇൻകം ഡിറ്റർമിനേഷൻ. ഇൻകം ഡിറ്റർമിനേഷനിൽ നമുക്ക് പഠിക്കാനുള്ള മെയിൻ ആയിട്ടുള്ള ഒരു സംഭവമാണ് അഗ്രിഗേറ്റഡ് ഡിമാൻഡ്. അഗ്രിഗേറ്റഡ് ഡിമാൻഡ് കാണാനുള്ള ഇക്വേഷൻ ആണ് C ബാർ പ്ലസ് I ബാർ പ്ലസ് CY. C ബാർ എന്ന് പറയുന്നത് ഓട്ടോണോമസ് കൺസംഷനും, I ബാർ എന്ന് പറയുന്നത് ഓട്ടോണോമസ് ഇൻവെസ്റ്റ്മെന്റും, C എന്ന് പറയുന്നത് MPCയും, Y എന്ന് പറയുന്നത് ഇൻകവുമാണ്. ഇത് വെച്ചിട്ട് അഗ്രിഗേറ്റഡ് ഡിമാൻഡ് കണ്ടുപിടിക്കാൻ ഒരു ചോദ്യം എന്തായാലും ഉണ്ടാകും, പഠിച്ചേ പറ്റുള്ളൂ. അപ്പം ഇതിന് മലയാളം പറയുകയാണെങ്കിൽ അഗ്രിഗേറ്റഡ് ഡിമാൻഡ്, ആസൂത്രിത മൊത്തം ഡിമാൻഡ് എന്ന് പറയുന്നത് ആസൂത്രിത ഉപഭോഗ ഡിമാൻഡ്, അതാണ് C ബാർ. പിന്നെ ആസൂത്രിത നിക്ഷേപ ഡിമാൻഡ്, അതാണ് I ബാർ. പിന്നെ അതും Cയും MPCയും Y വരുമാനം, ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് അഗ്രിഗേറ്റഡ് ഡിമാൻഡ് എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ കൺസംഷൻ ഫംഗ്ഷൻ കാണാനുള്ള ഇക്വേഷൻ C = C ബാർ പ്ലസ് CY ആണ്. ഇത് ഓട്ടോണോമസ് കൺസംഷൻ, അതായത് ആസൂത്രിത ഉപഭോഗ ഡിമാൻഡ്. ഇത് പിന്നെ MPC, ഇത് വരുമാനം. പിന്നെ APC കാണാനുള്ള ഇക്വേഷൻ C/Y ആണ്. MPC കാണാനുള്ള ഇക്വേഷൻ ഡെൽറ്റ C/ഡെൽറ്റ Y ആണ്. അതായത് ഉപഭോഗത്തിൽ കൺസംഷനിൽ എത്ര മാറ്റം വന്നു അതേ ബൈ ഇൻകത്തിൽ വന്ന മാറ്റം. അതേപോലെ APS ആവറേജ് പ്രൊപ്പൻസിറ്റി ടു സേവ് കാണാൻ സേവിങ്സ് ബൈ ഇൻകം ആണ്. MPS കാണാൻ ഡെൽറ്റ S/ഡെൽറ്റ Y, സേവിങ്സിൽ വന്ന മാറ്റം ഡിവൈഡഡ് ബൈ വരുമാനത്തിൽ വന്ന മാറ്റമാണ് കേട്ടോ. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് കൺസംഷൻ ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ ഇതിൽ പറഞ്ഞിരിക്കുന്നത്. കൺസംഷൻ ഫംഗ്ഷൻ C = 500 + 0.5y ആണ്. അങ്ങനെയാണെങ്കിൽ എത്രയാണ് കൺസംഷൻ എത്രയാണ് സേവിങ്സ് എന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ചിലപ്പോൾ നമുക്ക് ഇൻകം തരും അല്ലെങ്കിൽ തരില്ല. ഇൻകം തന്നില്ലെങ്കിൽ നിങ്ങൾ ഇൻകത്തിൻ്റെ അവിടെ 100, 200, 300 എന്നൊക്കെ കൊടുക്കണം. ആ 100, 200, 300 ആകുമ്പോൾ എത്രയായിരിക്കും കൺസംഷൻ എത്രയായിരിക്കും സേവിങ്സ് എന്ന് കണ്ടുപിടിക്കണം. ഇവിടെ അങ്ങനെയല്ല, നമുക്ക് ഇൻകം 800, 1000, 1200, 1400, 1600, 2000 എന്ന് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇവിടെ എഴുതിയിടാം. എന്നിട്ട് നമ്മുടെ ഇക്വേഷൻ 500 + 0.5y എന്ന് എഴുതാം. അതിൽ വൈന് ഇത് ഇട്ട് കൊടുത്താൽ മതി. Y ആദ്യം 800 ആക്കുക, പിന്നെ Y 1000 ആക്കുക, Y 1200 ആക്കുക. അപ്പോൾ എന്ത് വരും, 500 + 0.5 × 800. 0.5ന് 800 കാണാം, 500 വെച്ചിട്ട് ആഡ് ചെയ്യുക, അപ്പോൾ 900 കിട്ടും. അങ്ങനെ ഈ വാല്യൂസൊക്കെ കിട്ടും. സേവിങ്സ് എങ്ങനെ കാണും, Y - C. അതായത് ഇൻകം 800, ആ 800ൽ നിന്ന് കൺസംഷൻ 900, കുറച്ചപ്പോൾ എത്ര കിട്ടി, -100. പിന്നെ ഇവിടെ ഇൻകം 1000, കൺസംഷൻ 1000, രണ്ടും കൂടി കുറച്ചപ്പോൾ 0. ഇവിടെ ഇൻകം 1200, കൺസംഷൻ 1100, രണ്ടും കൂടി കുറച്ചപ്പോൾ 100. അങ്ങനെ കുറച്ച് നമുക്ക് സേവിങ്സും കിട്ടും. പിന്നെ ഗവൺമെൻറ്റിൻ്റെ ഇതിൽ അങ്ങനെ ചോദിക്കാറില്ല. പിന്നെ പാരഡോക്സ് ഓഫ് ത്രിഫ്റ്റ് 2 മാർക്കിനൊന്ന് പഠിച്ചു വയ്ക്കണം. ഇത് കൂടാതെ ഒരു സംഭവം കൂടി ഉണ്ട് കേട്ടോ, അത് ഇതിലില്ലാതെ ഞാൻ ഇത് പറഞ്ഞുതരാം. പാരഡോക്സ് ഓഫ് ത്രിഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എക്കോണമിയിൽ MPS മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു സേവ് കൂടി എന്ന് കരുതിയിട്ട് അവിടുത്തെ ടോട്ടൽ സേവിങ്സ് കൂടണം എന്നില്ല, പകരം കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുക അല്ലെങ്കിൽ കുറയോ ചെയ്തേക്കാം. അതിനെയാണ് പാരഡോക്സ് ഓഫ് ത്രിഫ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ മണി മൾട്ടിപ്ലയർ കാണാനുള്ള ഇക്വേഷൻ പഠിക്കണം. 1/1 - C ആണ്. ഇപ്പോൾ C 0.8 ആണെങ്കിൽ 1/1 - 0.8, 1/0.2. അതിന് എത്രയാണ് വാല്യൂ കിട്ടുന്നത്, അതാണ് മണി മൾട്ടിപ്ലയർ കേട്ടോ. അതിന് ഇൻകം വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ ചേഞ്ച് ഇൻ ഇൻകം നമുക്ക് കിട്ടും. മണി മൾട്ടിപ്ലയറിനെ ആ ഇൻകം വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ, അല്ലെങ്കിൽ എത്രയാണോ മാറ്റം, ഇൻവെസ്റ്റ്മെൻറ്റിൽ എത്ര മാറ്റം വന്നു എന്ന് പറഞ്ഞാൽ ആ മാറ്റത്തിനെ മണി മൾട്ടിപ്ലയർ വെച്ചപ്പോൾ മാറ്റം, ഇൻവെസ്റ്റ്മെൻറ്റ് 50 രൂപ മാറി, അവിടുത്തെ മണി മൾട്ടിപ്ലയർ നമുക്ക് ചെയ്തപ്പോൾ 2.5 കിട്ടിയെങ്കിൽ 50 × 2.5 ചെയ്താൽ വരുമാനത്തിൽ വന്ന മാറ്റം നമുക്ക് കിട്ടും.
ഡെൽറ്റ വൈ വരുമാനത്തിൽ വന്ന മാറ്റം കിട്ടും, ചിലപ്പോൾ അത് ചോദിക്കും. പിന്നെ ഇതിലില്ലാത്തൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ആഗ്രിഗേറ്റ് ഇക്വിലിബ്രിയം ഇൻകം കാണുന്ന ഇക്വേഷനും പിന്നെ ഒരു ഗ്രാഫും. ഇക്വിലിബ്രിയം ഇൻകം കാണാൻ സി ബാർ പ്ലസ് ഐ ബാർ ഡിവൈഡഡ് ബൈ 1 മൈനസ് സി ആണ്. ഇതെല്ലാം നമുക്ക് അറിയാവുന്നതായിട്ടാണല്ലോ. ഇത് ചെയ്താൽ ഇക്വിലിബ്രിയം ഇൻകം കിട്ടും. ആ ഇക്വിലിബ്രിയം ഇൻകം എങ്ങനെയാണ് കാണുന്നതെന്ന് കാണിക്കാൻ പറയും, ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യാൻ പറയും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ വൈ മീൻസ് വൈ ആക്സിസ് അല്ല ഇൻകമാണ്, ഇവിടെ 0. ഇവിടെയാണ് അഗ്രിഗേറ്റ് ഡിമാൻഡും അഗ്രിഗേറ്റ് സപ്ലൈയും കാണിക്കുന്നത്. എന്നിട്ട് ഇവിടെ നിന്ന് ഒരു 45 ഡിഗ്രി ലൈൻ വരയ്ക്കാം. അളക്കൊന്നും വേണ്ട, ഈ ഒരു ചെരുവിൽ വരച്ചാൽ മതി. ഇതാണ് അഗ്രിഗേറ്റ് സപ്ലൈ. ഇവിടുന്ന് ഇങ്ങനെ ചെരിച്ചൊരു ലൈൻ വരയ്ക്കുക, ഇങ്ങനെ തന്നെ ചെരിയണം കേട്ടോ. അതാണ് അഗ്രിഗേറ്റ് ഡിമാൻഡ്. ഇത് രണ്ടും കൂടി കൂട്ടിമുട്ടി ഒരു ലൈൻ ഇങ്ങോട്ട് വരച്ചാൽ അതാണ് ഇക്വിലിബ്രിയം ഇൻകം, ഇതാണ് ഇക്വിലിബ്രിയം പോയിന്റ്. എന്നിട്ട് ഇക്വിലിബ്രിയം ഇൻകത്തിൻ്റെ ഇക്വേഷനും അഗ്രിഗേറ്റ് ഡിമാൻഡ് ഇക്വേഷൻ ഉണ്ടല്ലോ, സി ബാർ പ്ലസ് ഐ ബാർ പ്ലസ് സി വൈ, ഇതൊക്കെ എഴുതി വെച്ച് കഴിഞ്ഞ് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് രണ്ടും കൂടി കൂട്ടിമുട്ടുന്ന പോയിന്റാണ് ഇക്വിലിബ്രിയം ഇൻകം എന്നൊക്കെ പറഞ്ഞ് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ മാർക്ക് കിട്ടും. 4 അല്ലെങ്കിൽ 5 മാർക്കിന് ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്, സ്ഥിരം ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഒറ്റ സ്ട്രെച്ചിൽ നമ്മൾ മാക്രോ എക്കണോമിക്സ് കംപ്ലീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. വീഡിയോ ഹെൽപ്ഫുൾ ആയോന്ന് താഴെ കമൻറ്റ് ചെയ്തറിയിക്കുക. എൻ്റെ സൗണ്ട് ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു വീഡിയോ കൂടി ചെയ്യാം കേട്ടോ. താങ്ക്